ഹരിതാമൃതം 2025 വടകര ടൗൺ ഹാളിൽ വർണ്ണാഭമായ തുടക്കം. വടകര ടൗൺ ഹാളിൽ ആരംഭിച്ച പരിപാടി കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ.എൻ. കുറുപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അനാഥരാക്കരുത് മാതാപിതാക്കളെ എന്ന സന്ദേശവുമായാണ് ഹരിതാമൃതം 2025 വടകര ടൗൺ ഹാളിൽ തുടക്കമായത്. കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ.എൻ. കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ നാട്ടറിവും വൈദ്യശാസ്ത്രവും പ്രോത്സാഹിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ എൻ്റെ രക്തത്തിലെ ജീനുകളിലും എവിടെയോ ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ കണികയുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ലോകം മുഴുവൻ നമുക്കറിയാം, അതിജീവനത്തിന് വരുമ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നൂറ്റാണ്ടുകളായിട്ട് നമുക്കറിയാം, വൈദ്യശാസ്ത്രങ്ങളിൽ മാത്രമല്ല എല്ലാ ശാസ്ത്രവിദ്യകൾ കൈകാര്യം ചെയ്യുന്നവരും എല്ലാം തന്നെ മത്സരകരമായ ഒരു പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ആധുനിക ലോകം എടുത്ത് നോക്കുമ്പോൾ പഴയ കാലത്ത് സിസ് ക്യാമറ എന്ന് പറയുന്നത് ഒരു ആഢ്യത്വത്തിൻ്റെ ലക്ഷണമായിരുന്നു. പിന്നീട് അത് ജപ്പാനീസിലേക്ക് പോയി. ആ ജപ്പാനീസ് ക്യാമറയും വാച്ചുകളെല്ലാം ഇങ്ങ് പോയി ഓരോ ദിക്കിലും ക്യാമറയായി നമ്മുടെ കയ്യിലെല്ലാ ക്യാമറകളും. അപ്പം ഇതെങ്ങനെ നടക്കുന്നു? ഓരോ നഗരവും മത്സരിക്കുകയാണ്. ലണ്ടൻ ന്യൂയോർക്കുമായി, ന്യൂയോർക്ക് ടോക്കിയോ ഇങ്ങനെ പല പട്ടണങ്ങളും തമ്മിൽ ഇന്റർനാഷണൽ ലെവലിൽ മത്സരിക്കുമ്പോൾ നമ്മളെ ഗ്രാമങ്ങൾ നിശബ്ദമാക്കപ്പെടുകയാണ്. അവിടെ ശബ്ദം ഉയർന്നു വരുന്നില്ല, അവിടെ ജനകീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നില്ല. ഇന്ത്യയിലെ ഗ്രാമങ്ങൾ എടുക്കുമ്പോൾ കൽക്കത്ത, ഡൽഹി, അതുപോലെ ബൊംബായി, മദ്രാസ്, ഇതെല്ലാം നമ്മൾ തിരുവനന്തപുരം മത്സരത്തിൽ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വൻ പട്ടണങ്ങൾ, മെട്രോപോളിസ് മത്സരിച്ചു കൊണ്ടിരിക്കുക. അവിടെ ജനജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ നോക്കാൻ ഭരണാധികാരികൾക്ക് സമയമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അവിടെയാണ് ജനകീയ പ്രസ്ഥാനങ്ങൾ ഏറ്റവും ശക്തമായി വളർത്തിയെടുക്കാൻ വേണ്ടി ഹരിതാമൃതം പോലുള്ള ആ വാക്കിൽ തന്നെ ഒരു വലിയ അർത്ഥവ്യാപ്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജനങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. പക്ഷേ ഹരി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ശുഭ ഐശ്വര്യത്തിൻ്റെ ചിഹ്നമായിട്ടാണ് ഹരി എന്ന് സംസ്കൃത പണ്ഡിതന്മാർ കാണുന്നത്. അതുപോലെ തന്നെ അമൃതം അതിൽ കൂട്ടിച്ചേർത്തിരുന്നു. അമൃതം എന്ന് പറഞ്ഞാൽ മൃത്യുർമ്മ അമൃതം ഗമ്യ, ഞാൻ മരിച്ചു പോവുകയാണ്, ആ മരിച്ചു പോകുന്ന എനിക്ക് നിങ്ങൾ അമൃതമായി തീരുക, എന്നെ മൃത്യുവില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കുക എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപനിഷത്തുകൾ സംസാരിച്ച കാര്യം ഞാൻ ഓർത്തുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ കെ.പി. ബിന്ദു അധ്യക്ഷത വഹിച്ചു. സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം ആസ്ഥാന ഗുരുനാഥൻ കെ. ഗോപാലൻ വൈദ്യർ ഭദ്രദീപം കൊളുത്തി. ബ്രോഷർ പ്രകാശനം മുൻ മന്ത്രി സി.കെ. നാണു, അഡ്വക്കേറ്റ് ഇ. നാരായണൻ നായർക്ക് നൽകി നിർവഹിച്ചു. ഹരിതാമൃതത്തിന്റെ പിന്നിട്ട വഴികൾ ജനറൽ കൺവീനർ പുറന്തോടത്ത് ഗംഗാധരൻ അവതരിപ്പിച്ചു. സതീശൻ കുരിയാടി, പ്രസാദ് വിലങ്ങിൽ, ജി. വിജയബാബു, സോമൻ മുത്തുവന, എ.പി. ഷാജിത്ത്, കെ. പ്രകാശൻ, പി. സോമശേഖരൻ, പി. സത്യനാഥൻ, കെ. ആരിഫ, കെ.പി. ചന്ദ്രശേഖരൻ, കൊഞ്ചേരി നാരായണൻ, പി. രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ കർഷക ബ്ലസി, അപസ്മാര ചികിത്സകൻ എം. ദാമോദരൻ വൈദ്യർ, ചീര സ്ക്വാഷ് ഉൽപാദക സുജാത ഗുരുവായൂർ എന്നിവരെ ആദരിച്ചു. ലതിക ശ്രീനിവാസ് ഇവരെ പരിചയപ്പെടുത്തി. ഹരിതാമൃതം ചെയർമാൻ പി. ദാമോദരൻ പൊന്നാട അണിയിച്ചു. പി. പ്രസീദ് കുമാർ മംഗളപത്രം സമർപ്പിച്ചു. പി. ബാലൻ, കെ. രാമാനന്ദൻ എന്നിവരെ കെ. മഹമ്മൂദും എൻ. കെ. ഭാസ്കരനും അനുസ്മരിച്ചു.